ഹായ് ഹലോ കുട്ടീസ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഡ്രാമ റേഡിയോ. ബ്ലൈൻഡ് ഡേറ്റിന് വിട്ടിട്ട് ആ പെൺകുട്ടിനെ കാണാതെ വന്നോണ്ട് അമ്മ പറഞ്ഞതുപോലെ ഹീറോനെ പുറത്താക്കി. ഹീറോയും അവന്റെ പെറ്റായിട്ടുള്ള ആമേനെയും പെട്ടി സാധനങ്ങളൊക്കെ എടുത്ത് ഓപ്പോസിറ്റുള്ള ലോഡ്ജിലേക്ക് പോയിരിക്കുക. അച്ഛനും ഇതെല്ലാം കണ്ടോണ്ട് നിൽപ്പുണ്ട്. എങ്ങനെയും അവനെ തിരിച്ചു വിളിക്കാനായിട്ടുള്ള പണികളൊക്കെ അച്ഛൻ ഓൾറെഡി തുടങ്ങി കഴിഞ്ഞു. അമ്മയുടെ അടുത്ത് എന്നിട്ട് പാവല്ലേ, ഇന്ന് ഒരു ദിവസത്തേക്കും കൂടെ ക്ഷമിക്ക്, ഇനി ശരിക്കും അവൻ എവിടെയെങ്കിലും പോയാലോ, ചെക്കനും പെണ്ണുമായിട്ടൊക്കെ ഒരെണ്ണം വല്ലേ ഉള്ളൂ, ഇപ്രാവശ്യത്തേക്കും കൂടെ നീ ക്ഷമിക്കുക എന്നൊക്കെ പറഞ്ഞ് അമ്മേനെ സോപ്പിട്ടോണ്ടിരിക്കുക. എന്നാ അമ്മയുടനെ അവൻ വേറെ അവിടെ പോവാനാ ആ ഓപ്പോസിറ്റ് ഉള്ള ലോഡ്ജിൽ പോയി താമസിക്കും. ഇവിടെ വേറെ അധികം ഫ്രണ്ട്സ് ഒന്നും ഇല്ലല്ലോ അവന്, അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇടയ്ക്ക് ഇങ്ങനെ ഓരോ ഡോസ് കൊടുത്തില്ലെങ്കിൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞ് അമ്മ ഓരോ പോയിന്റ് ആയിട്ട് പറയാൻ തുടങ്ങി. ഇതിലൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, അവനെ കൊണ്ട് ആ ലോഡ്ജിലൊന്നും താമസിക്കാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിൽ വരാനായിട്ട് അവൻ തന്നെ നോക്കിക്കോളൂ. നിങ്ങൾ ഇത്ര ടെൻഷൻ അടിക്കാതെ കിടക്കെന്ന് പറഞ്ഞ് അമ്മ കിടക്കാൻ തുടങ്ങി. അമ്മ പറഞ്ഞതുപോലെ തന്നെ ലോഡ്ജി വന്നു കഴിഞ്ഞപ്പോ ഹീറോയ്ക്ക് ഒട്ടും സമാധാനമില്ല. അവിടെ പല ആൾക്കാർ വന്ന് താമസിക്കുന്നതുകൊണ്ട് അവിടുത്തെ വൃത്തിയും വെടുപ്പും ഒന്നും ഹീറോയ്ക്ക് തീരെ പിടിക്കുന്നില്ല. പില്ലോയ്ക്കും ബെഡ്ഷീറ്റിനും എല്ലാം സ്മെല്ല്, റൂം ഒട്ടും ക്ലീൻ അല്ലാത്ത പോലെ. എങ്ങനെയൊക്കെയോ നേരം വെളുപ്പിച്ചു എന്ന് പറയാം. അവിടെ സിങ്കട്ടാക്കി ക്വിൻഷിയും അവളുടെ ബോസും കൂടെ ഒരു യോഗ സെന്ററിലേക്ക് വന്നിരിക്കുക. ക്വിൻഷി ഇങ്ങനെ ദുശീലങ്ങളൊന്നും ഉള്ള കൂട്ടത്തിലല്ല. ഇവർ ഈ യോഗ സെന്ററിലേക്ക് വന്നേക്കുന്നത് യോഗ ചെയ്യാനും അല്ല, ഇന്നലെ കണ്ട ലാൻ എന്ന ക്ലയന്റിനെ കൈയോടെ പിടികൂടാന്. എങ്ങനെയും ഒക്കെ പുള്ളിക്കാരിയുമായിട്ട് കൂടുതൽ മിങ്കിളായി അവരുടെ കമ്പനികളിലെ ലോ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന ലോ ഓഫീസ് ഇവരുടേതായിട്ട് മാറണം. ക്വിൻഷിയും ചോദിക്കാൻ തുടങ്ങി, സത്യത്തിൽ ബോസ് എന്തിനാ ഇത്രയും സ്ട്രെയിൻ എടുത്ത് മറ്റൊരു ക്ലയന്റിനും കൊടുക്കാത്ത അത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത് ഈ പുള്ളിക്കാരിയുടെ പുറകെ നടക്കുന്നതെന്ന്. ക്വിൻഷി, പുള്ളിക്കാരി എന്ന് പറയുന്നത് ഒരു ബിസിനസ് മാഗ്നറ്റ് ആണ്. അവരെ മാത്രമല്ല നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, അവരുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റു പല ക്ലയൻസും നമ്മളൊപ്പം വരും. അതുവഴി നമുക്ക് ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇതിനെക്കാട്ടിലൊക്കെ പ്രധാനമായിട്ട് എന്റെ ഹസ്ബൻഡിന് എന്നെ മാരേജ് ചെയ്യുന്നതിന് മുമ്പേ ഒരു റിലേഷൻ ഉണ്ടായിരുന്നു. ആ ലേഡി ശരിക്കും ഒരു പണക്കാരിയാണ്. ചില സമയത്ത് എനിക്കൊരു കോംപ്ലക്സ് തോന്നും. അപ്പോ അവളെക്കാട്ടിലും ക്യാഷുകാരി ഞാൻ ആയിരിക്കണമെന്ന് തോന്നും. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പൈസയൊക്കെ സ്വരുക്കൂട്ടുന്നത്. ഒരിക്കലും എന്റെ ഹസ്ബൻഡിന് അവള് മതിയായിരുന്നു എന്നൊരു തോട്ട് ഉണ്ടാക്കാൻ പാടില്ലല്ലോ. ഇതെല്ലാം കേട്ടിട്ടുണ്ടെങ്കിൽ ക്വിൻഷിയും മാമിനും മാമിന്റെ ഹസ്ബൻഡിനോട് എത്രമാത്രം സ്നേഹമാ, ശരിക്കും നിങ്ങൾ മേഡ് ഫോർ ഈച്ച് അതർ എന്നൊക്കെ പറഞ്ഞ് ഇന്നലെ ഹീറോയുമായിട്ട് ഡിവോഴ്സ് ചെയ്യാന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ എങ്ങനെയും അവതരിപ്പിക്കാന്ന് കരുതി തുടങ്ങുന്നതിന് മുമ്പേ ബോസ് കയറി പറയാൻ തുടങ്ങി, നിന്റെ ഹസ്ബൻഡ് ഇപ്പൊ ഫോറിനിൽ നിന്ന് വന്നതേ ഉള്ളൂ എന്നറിയാം, എന്നും പറഞ്ഞ് ആവശ്യമില്ലാതെ ലീവ് ഒന്നും എടുത്തേക്കല്ലേ കേട്ടെന്ന് പറയാം. ഇതോടെ കേട്ടപ്പോ ക്വിൻഷിക്ക് ഉണ്ടായിരുന്ന ധൈര്യം കൂടെ പോയി. മിക്കവാറും 3 ദിവസം കഴിയുമ്പോൾ അവന് പെനാൽറ്റി കൊടുക്കേണ്ടി വരും. ഇതൊന്നും നടപടിയാകുമെന്ന് തോന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഓരോന്ന് ചിന്തിച്ചോണ്ടിരിക്കാം. അവിടെ സെയിം കട്ടാക്കി. അങ്ങനെ ഫ്രണ്ട്സും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഹീറോയ്ക്ക് പേരുദോഷത്തിന് മാത്രം ഒരു കൂട്ടുകാരനുണ്ട്. അവന്റെ അടുത്ത് നടന്ന കാര്യങ്ങളെല്ലാം വന്ന് പറഞ്ഞോണ്ടിരിക്കുക. അമ്മ വീട്ടിൽ നിന്ന് പുറത്താക്കിയതും ക്വിൻഷിയുമായിട്ടുള്ള ഡീലിങ്ങും എല്ലാം. ഇതെല്ലാം കേട്ടിട്ട് കൂട്ടുകാരൻ ചോദിക്കുന്നുണ്ട്, നിന്റെ അമ്മയ്ക്ക് സത്യത്തിൽ എന്താ പ്രശ്നം? നീ കല്യാണം കഴിക്കാത്തതാണോ ജോലിക്ക് പോവാത്തതാണോ? ഇത് രണ്ടും പ്രശ്നമാണെങ്കിൽ അത് നിനക്കങ്ങ് ചെയ്തു കൊടുത്താ പോരെ, ശരിക്കും നിനക്കൊരു ജോലിക്ക് പോയാൽ എന്താന്ന് ചോദിക്കുക. ഉടനെ ഹീറോയും, ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഭയങ്കര റെസ്പോൺസിബിലിറ്റിയാ, അതുപോലെ എനിക്കൊരു ഫ്രീഡം കാണത്തില്ല, എനിക്ക് ആരുടെയും കീഴിലൊന്നും പോയി വർക്ക് ചെയ്യാൻ പറ്റത്തില്ല, എന്റെ ആവശ്യത്തിനുള്ള പൈസ ഞാനിപ്പോ ഉണ്ടാക്കുന്നുണ്ട്, ഞാൻ ഇങ്ങനെ പൊയ്ക്കോളാന്ന് പറയാം. എങ്കിൽ ശരി, നിനക്കൊരു മാരേജ് ചെയ്യത്തില്ലേന്ന് ചോദിച്ചാലോ? ആർഗ്യുമെന്റ് ചെയ്യാനും ഡിവോഴ്സ് ചെയ്യാനൊന്നും താല്പര്യം ഇല്ലാത്തോണ്ടാന്ന് പറയാം. ഈ മറുപടിയൊക്കെ കേട്ടിട്ട് കൂട്ടുകാരനും എന്താ പറയേണ്ടെന്ന് അറിയാതെ നിൽക്കുക. ഇവിടെ ബോസും ക്വിൻഷിയും ഒരുപാട് നേരമായിട്ട് വെയിറ്റ് ചെയ്തിട്ടും ലാനിനെ കാണുന്നില്ല. ബോസ് കോൾ ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലാവുന്നത് പുള്ളിക്കാരി ഇന്ന് ഇങ്ങോട്ട് വരുന്നതേ ഇല്ലാന്ന്. പക്ഷെ രാവിലെ ആവശ്യമില്ലാത്ത ശീലങ്ങളൊക്കെ ചെയ്തല്ലോ എന്നുള്ള വിഷമമാ ക്വിൻഷിക്ക്. ഇവിടെ ഹീറോയുടെ അടുത്ത് കൂട്ടുകാരൻ ഇപ്പോഴും ഉപദേശം കണ്ടിന്യൂ ചെയ്തോണ്ടേ ഇരിക്കുക. എനിക്കറിയാം നിന്റെ ജോബ് പോയതിൽ പിന്നെയാ നീ ജോലിക്കൊന്നും പോവാത്തത്, പിന്നെ നീ ബ്രേക്കപ്പ് ആയതിൽ പിന്നെയല്ലേ ഈ പെൺപിള്ളാരോടെല്ലാം ഇത്ര ദേഷ്യമായത്. എടാ, ഇതെല്ലാം മാറ്റണമെങ്കിലും ഇത് തന്നെ വീണ്ടും ട്രൈ ചെയ്യണം. അങ്ങനെ ട്രൈ ചെയ്ത് ഒരുപാട് ഫെയിലിയർ ആകുമ്പോൾ ഇതൊന്നും കുഴപ്പമില്ലാതാകും. നീ ഇതെല്ലാം വിട്ടിട്ട് മര്യാദയ്ക്ക് ചേർപ്പായി ഇതെല്ലാം അമ്മ പറയുന്നത് പോലെ ചെയ്തെന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ കൂട്ടുകാരെ ഉപദേശിക്കുന്നുണ്ട്. അങ്ങനെ ഉപദേശത്തിന്റെ ഇടയ്ക്ക്, അല്ലെങ്കിൽ നീ അമ്മയോട് പറ നിനക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടെന്ന്, ചിലപ്പോ അത് കേട്ട് കഴിഞ്ഞാൽ അമ്മ വീട്ടിൽ കയറ്റിയാലോ എന്നൊരു ഐഡിയ പറയുന്നുണ്ട്. അത് കേട്ട ഉടനെ ഹീറോ അത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്താലോ എന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. അവിടെ സീൻ കട്ടാക്കി ക്വിൻഷിയുടെ ഓഫീസിൽ പുതിയതായിട്ട് ജോയിൻ ചെയ്ത വൂഫയുടെ അടുത്ത് ലാൻ മാമിന്റെ കൂടെ ഉണ്ടായിരുന്ന ലാനിന്റെ കസിൻ ഡാങ്വിനെ പറ്റി അന്വേഷിക്കാനായിട്ട് ക്വിൻഷി വർക്ക് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറൊരു സീനിയർ ലോയർ വന്ന് വൂഫയുടെ അടുത്ത് ഒരു വർക്ക് കൊടുക്കുന്നുണ്ട്. എന്നാൽ അവളുടനെ, സോറി, ഞാൻ ക്വിൻഷി മാഡത്തിന്റെ അസിസ്റ്റന്റ് ആണ്, അതുപോലെ മാം ഒരുപാട് വർക്ക് തന്നിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാം. അത് കേട്ട ഉടനെ, ഓ നീ ക്വിൻഷിയുടെ അസിസ്റ്റന്റ് ആണല്ലേ, നിനക്കത് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ഓക്കെ, ഞാനിത് മറ്റാരെങ്കിലും ഏൽപ്പിച്ചോളാം എന്ന് പറഞ്ഞ് ഇവളെ ഒരു ടെറർ നോട്ട് നോക്കുന്നുണ്ട്. എന്നാൽ വൂഫ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ആ മാം പോയ ഉടനെ വൂഫയുടെ കൂടെയുള്ള ബാക്കി എല്ലാരും കൂടെ, അയ്യോ നീ പാമ്പിന്റെ മാളത്തിൽ കൊണ്ടുവന്ന തലയിട്ടേക്കുന്നത്, ഇനി നിന്നെ പുറകെ നടന്ന് കൊത്തിക്കോളൂ, അതാണ് ലിഡാ മാം. ക്വിൻഷി മാമും ലിഡാ മാമും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട കീരിയും പാമ്പിനെയും പോലെയാ. അതൊന്നും കൂടാതെ ആരെന്ത് വർക്ക് തന്നാലും ചെയ്തോണം, ഞാൻ ആ മാമിന്റെയാ ഈ മാമിന്റെ അസിസ്റ്റന്റ് ആന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അവരെ ചട്ടിയിലിട്ട് വറുക്കുന്നത് പോലെ ആക്കി കളയും. ഇനിയിപ്പോ എന്തായാലും സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചു, ഓൾ ദി ബെസ്റ്റ് എന്ന് പറഞ്ഞ് മാക്സിമം വൂഫേനെ പേടിപ്പിച്ചിട്ട് പോകുന്നുണ്ട് ആ കൂടെ വർക്ക് ചെയ്യുന്ന ആള്. കുറച്ചു നേരം കഴിഞ്ഞപ്പോ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. ക്വിൻഷി എല്ലാവരുടെ അടുത്തും ഡൺപിങ്ങിനെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്തോന്ന് ചോദിക്കുന്നുണ്ട്. എല്ലാരും കൈ പൊക്കി. എന്നാൽ വൂഫയെ മാത്രം
മാത്രം ഇതൊന്നും ശ്രദ്ധിക്കാതിരിക്കുക. ക്ലാസ് റൂമില് മിസ്സുമാരെല്ലാം സെലക്ട് ചെയ്ത് ശ്രദ്ധിക്കാതിരിക്കുന്ന പിള്ളേരെ നോട്ട് ചെയ്ത് വിളിക്കത്തില്ലേ, അതേപോലെ തന്നെ വൂഫയുടെ അടുത്ത് ഡൺപിങ്ങിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുക. അവളും അതേപോലെ തന്നെ എഴുന്നേറ്റ് നിന്ന് ക്ലാസ്സിൽ എങ്ങനെയാണ് പിള്ളേരൊക്കെ പേടിച്ച് വായിക്കുന്നത് അതേപോലെ വായിക്കുക. വിക്കിയും മോളിയും നല്ല പേടിയോടെ വായിക്കുന്നതെല്ലാം ഇന്റർനെറ്റിൽ നിന്നുള്ളതാ. ഉടനെ ക്വിൻഷിയും വൂഫെ ഇന്റർനെറ്റിൽ നിന്നുള്ളതല്ലാതെ മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അത് മാത്രം പറയാന്ന് പറയാം. ലൈക്ക് എക്സ് ഹസ്ബൻഡിനെ പറ്റിയോ ബോയ് ഫ്രണ്ടിനെ പറ്റിയോ അങ്ങനെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതൊന്നും അവള് കളക്ട് ചെയ്തിരുന്നില്ല. എനിക്ക് ടൈം കിട്ടിയില്ല എന്ന് പറയാ. എന്നാ ക്വിൻഷി ഉടനെ 3 മണിക്കൂർ മുമ്പല്ലേ ഒരു ജോലി നിന്നെ ഏൽപ്പിച്ചത്, അതിന് പോലും ടൈം കിട്ടിയില്ലെന്നോ, ഇങ്ങനാണെങ്കിൽ എങ്ങനെ ഒരു ലോയർ ആവുന്നത് എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ വഴക്ക് പറഞ്ഞു. വൂഫെ ശരിക്കും നെർവസ് ആയി. അങ്ങനെ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞപ്പോ ബോസും ക്വിൻഷിയും ഡയറക്റ്റ് ഡംകിനെ കാണാനായിട്ട് പോയിരിക്കുക. ഡംകിനുമായിട്ട് സംസാരിച്ച് തുടങ്ങിയപ്പോ എന്റെ എക്സ് ഹസ്ബൻഡ് നിങ്ങളുടെ ക്ലയന്റ് അല്ലേ, അയാൾ ഡിവോഴ്സ് ചെയ്ത് പോയപ്പോ എന്റെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ മേടിച്ചിട്ടാ പോയത്. അതെല്ലാം നിങ്ങൾ എനിക്ക് തിരികെ മേടിച്ച് തരുവാണെങ്കിൽ മാത്രം ലാനിന്റെ അടുത്ത് ഞാൻ നിങ്ങളുടെ കമ്പനി റെക്കമെൻഡ് ചെയ്യാന്ന് പറയാം. ഇത് കേട്ട പാതി ബോസ് സമ്മതിക്കുകയും ചെയ്തു. ഡംകിൻ ഒരു കണ്ടീഷനും കൂടെ വെക്കുന്നുണ്ട്. എന്റെ ലോയർ ആയിട്ട് പക്ഷെ എനിക്ക് വേണ്ടത് ലോയർ ലിഡാനെയാണ്, അവരായിരിക്കണം എനിക്ക് വേണ്ടി വാദിക്കുന്നതെന്ന് പറയാം. ഇത് കേട്ടതും ക്വിൻഷി അപ്സെറ്റ് ആയി. എന്നാലും ഇവൾ എന്തിനായിരിക്കും എന്നെ സെലക്ട് ചെയ്യാതെ ലിഡാനെ സെലക്ട് ചെയ്തത് എന്നെല്ലാം ഓർത്ത് ഈ കേസിൽ ഇൻവോൾവ് ആവാൻ പറ്റില്ലേ എന്നുള്ള ഒരു തിങ്കിങ്ങിലാണ് ക്വിൻഷി ഇപ്പോ. ബോസിനാണെങ്കിൽ ആരാണെങ്കിലും കുഴപ്പമില്ല, അവരുടെ കമ്പനിയിലോട്ട് വർക്ക് കിട്ടിയാൽ മതി. ഈ വാർത്ത അറിഞ്ഞത് ലിഡായിനെ വിളിച്ച് ലിഡായി നീ അറിഞ്ഞോ, നിനക്ക് ഈ പ്രാവശ്യം ലക്ക്, ആ ഡംകിന്റെ കേസ് മുഴുവനും നീയാണ് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്, അവർ നിന്നെയാണ് പ്രിഫർ ചെയ്തേക്കുന്നതെന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ വിളിച്ചു പറയുന്നുണ്ട്. എന്നാൽ നമ്മുടെ ക്വിൻഷിയുടെ മുഖം മാത്രം കടന്നില് കുത്തിയ പോലായി. അത് കണ്ട് ബോസ് നീ ഇതൊന്നും കണ്ട് സങ്കടപ്പെടണ്ട, ഇതിലും വലിയ വലിയ കേസുകൾ നിനക്ക് വരും, ഇതൊക്കെ നമ്മൾ എത്ര കണ്ടിരിക്കുന്നു പറഞ്ഞ് ബോസ് അങ്ങനെ പോയി. അവിടെ സിംഗട്ടാക്കി ഹീറോ ഇപ്പോഴും അമ്മേനെ വിളിച്ചൊക്കെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നെ തിരികെ വീട്ടിൽ കയറ്റുമെന്ന്. എന്ന അമ്മ ഒറ്റ നിർബന്ധത്തില്ല, നീ എപ്പോ ജോലി മേടിക്കുന്നോ എപ്പോ ഒരു ഗേൾ ഫ്രണ്ടുമായിട്ടോ അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഡേറ്റിങ്ങിന് പോവാന്ന് പറയുന്നോ എങ്കിൽ മാത്രമേ നിനക്ക് ഇവിടെ കയറാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അമ്മ ഫോൺ കട്ടാക്കി. അത് കഴിഞ്ഞപ്പോ നേരെ അച്ഛനെ വിളിച്ചു. അച്ഛൻ ആദ്യമേ അവന്റെ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്നുണ്ടെങ്കിലും അമ്മ വന്ന ഉടനെ ട്യൂൺ മാറ്റി. അമ്മ പറഞ്ഞൊക്കെ നീ അനുസരിച്ചോണം, ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ, ഒരു ജോലിയൊക്കെ വേണ്ടേ, ഒരു പെണ്ണൊക്കെ കെട്ടണ്ടേ എന്നൊക്കെ പറഞ്ഞ് സാധാരണ അമ്മമാര് വരുമ്പോ അച്ഛന്മാരുടെ നിറം മാറത്തില്ലേ, അതേ ഫിനോമിനയാണ് ഇവിടെ സംഭവിച്ചത്. അവിടെ സിംഗട്ടാക്കി വൂഫേനെയാണ് കാണിക്കുന്നത്. വൂഫയ്ക്ക് സത്യത്തിൽ ഓഫീസ് തീരെ ഇഷ്ടമായിട്ടില്ല. അവളുടെ ബോയ് ഫ്രണ്ടിന്റെ അടുത്ത് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഓർത്ത് സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കുക. വൂഫേനെ സത്യത്തിൽ അവിടെ ആരും കൺസിഡർ ചെയ്യുന്നതേ ഇല്ല. ഇതെല്ലാം കേട്ടോണ്ടിരിക്കുന്ന വൂഫയുടെ ബോയ് ഫ്രണ്ട് മറ്റൊരു ലോ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സീനിയർ ലോയർ തന്നെയാ. സീനിയർ ലോയർ മാത്രമല്ല, ഇത് ക്വിൻഷിയുടെ എക്സ് ബോയ് ഫ്രണ്ട് കൂടെയാ. ഇവരുടെ ലോ കമ്പനിയും ലാനിനെ ക്ലയന്റ് ആയിട്ട് കിട്ടാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. അതിനെതിരായിട്ട് ഏതൊക്കെ ലോയേഴ്സ് ഉണ്ടെന്ന് നോക്കുമ്പോ ക്വിൻഷിയുടെ ഫോട്ടോയും ശ്രദ്ധിക്കുന്നുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞപ്പോ വൂഫേനെ അവളുടെ കൂടെ വർക്ക് ചെയ്യുന്ന വേറൊരു ലേഡി വിളിച്ച് ക്വിൻഷി മാം ലാനിനെ പറ്റി ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യാനായിട്ട് നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്, എന്തായാലും അത് കംപ്ലീറ്റ് ചെയ്യാതെ വരില്ലെന്ന് പറയാ. ആ ഒരു കോള് വന്നിട്ട് ഫുഡ് പോലും കഴിക്കാതെ വൂഫെ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. കഴിഞ്ഞ പ്രാവശ്യം വർക്ക് കേട്ടു, ഇപ്രാവശ്യമെങ്കിലും നന്നായിട്ട് ചെയ്യണമെന്ന് കരുതിയായിരിക്കും. ഇവിടെ ഹീറോ ആണെങ്കിലോ ഹീറോയിൻ എടുത്ത് യൂസ് ചെയ്ത അവന്റെ ഫോട്ടോയെ നോക്കിയിരിക്കുക. ഈ ഫോട്ടോയ്ക്ക് എന്താ പ്രത്യേകത, ഈ പെൺകൊച്ചിനെ ഇതെടുത്ത് യൂസ് ചെയ്തത്, അതെന്തേലും ആവട്ടെ എന്ന് പറഞ്ഞ് ഓൺലൈനിൽ ഒരു പോസ്റ്റ് ഇടുന്നുണ്ട്. കോൺട്രാക്ട് ഗേൾ ഫ്രണ്ടിനെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് അവിടെ സിംഗട്ടാക്കി വൂഫെ ഫുഡ് പോലും കഴിക്കാതെ ലാനിനെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്തെങ്കിലും ആ ക്രെഡിറ്റ് മേടിക്കാനായിട്ട് ഇവളെ ഇക്കാര്യം വിളിച്ചു പറഞ്ഞ പെങ്കുച്ച് തന്നെ എല്ലാ ഡീറ്റെയിൽസും എടുത്ത് ക്വിൻഷിയുടെ അടുത്ത് സബ്മിറ്റ് ചെയ്യുക. എന്നാൽ ക്വിൻഷി ഒരു ചോദ്യം ചോദിച്ചപ്പോ അതിന് ആൻസർ പറയാനായിട്ട് ആ പെൺകുട്ടിക്ക് പറ്റിയില്ല. അവിടേക്ക് വരുന്ന വൂഫയാണ് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ തന്നെ ക്വിൻഷിക്ക് മനസ്സിലായി. അത് കഴിഞ്ഞ് ക്വിൻഷിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത് വൂഫയാ. ക്ലാസ്സിൽ മിസ്സിന്റെ അടുത്ത് ശരി ഉത്തരം പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് വൂഫയുടെ മുഖത്ത് കാണാനുണ്ടായിരുന്നു. ഇവിടെ ഹീറോയും ഹീറോയുടെ ഫ്രണ്ടും കൂടെ കോൺട്രാക്റ്റോ ഗേൾ ഫ്രണ്ടിനെ വേണമെന്ന് പറഞ്ഞ് പരസ്യമൊക്കെ ചെയ്തല്ലോ. ആരെങ്കിലും വരും എന്നുള്ള പ്രതീക്ഷയില് വെയിറ്റ് ചെയ്തിരിക്കുക. ഓരോ പെണ്ണുങ്ങളെ പോകുമ്പോഴും ഇതായിരിക്കോ എന്ന് നോക്കിയിരിക്കുന്നത്. കറക്റ്റ് അവിടേക്ക് വരുന്നത് ക്വിൻഷിയാണ്. അത് ക്വിൻഷിയാണെന്ന് അറിഞ്ഞതും ഹീറോ ഉടനെ ഇതൊന്നും വേണ്ട, ഇതൊന്നും ശരിയാവില്ല എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നേരെ കാറി വന്നിരിക്കുക. കൂട്ടുകാരനും പുറകെ വന്നിട്ട് ഇത്ര അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം കൈ വെച്ചിട്ടാണ് നീ നാട്ടിൽ മൊത്തം തപ്പി നടക്കുന്നത്, ആ പെങ്കുച്ചിന് എന്താടാ ഒരു കുഴപ്പം, തങ്കം പോലെ ഒരു പൂ പോലത്തെ പെങ്കുച്ച് എന്നെല്ലാം ക്വിൻഷിനെ പറ്റി കൂട്ടുകാരൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടൈമില് ഇവരെ ഫോളോ ചെയ്ത് ക്വിൻഷിയും കാറി വന്നിരുന്നു. ഞാൻ നിങ്ങളുടെ പോസ്റ്റ് കണ്ടു, പിന്നെ എന്തുകൊണ്ടാണ് ഞാനുമായിട്ട് ഈ കോൺട്രാക്ട് സൈൻ ചെയ്യാൻ നിങ്ങൾക്ക് ഇത്ര പ്രയാസം എന്ന് ചോദിക്കുക. ഉടനെ ഹീറോയും നിങ്ങളെപ്പോലുള്ള ലോയേഴ്സിന്റെ അടുത്തൊന്നും ഞാൻ ഒരു കോൺട്രാക്റ്റും വെക്കത്തില്ല, നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം നുണകളൊക്കെ പറഞ്ഞ് എല്ലാം വളച്ചൊടിക്കുന്ന ആൾക്കാരാ, അതുകൊണ്ട് എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്തെന്ന് പറയാം. ഇതെല്ലാം കേട്ടിട്ട് ക്വിൻഷി പറയുന്നുണ്ട് ഞാൻ നല്ലൊരു ലോയറാണ്, ഞാൻ നുണ പറഞ്ഞിട്ടുണ്ട് ശരിയാണ്, എന്നാൽ നീതിക്കും ന്യായത്തിനും വേണ്ടി മാത്രമാണ് ഞാൻ അങ്ങനെ നുണ പറഞ്ഞിരിക്കുന്നത്. എന്റെ ലൈഫിൽ ഞാൻ ആകെ ചെയ്തൊരു തെറ്റ് നിങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ നിങ്ങളുടെ ഫോട്ടോ കാണിച്ച് എന്റെ ഹസ്ബൻഡാന്ന് പറഞ്ഞു, അതും ആ ഒരു ടൈമില് എനിക്ക് വേറെ നിവൃത്തി ഇല്ലാഞ്ഞിട്ടായിരുന്നു എന്ന് പറഞ്ഞ് ക്വിൻഷി ഹീറോന്റെ അടുത്ത് സോറി ചോദിക്കുന്നുണ്ട്. എനിക്ക് നേരത്തെ ഒരു മിസ്റ്റേക്ക് പറ്റിയിരുന്നു, ക്വിൻഷിയുടെ ഓഫീസിലെ തന്നെ ഒരു സീനിയർ സ്റ്റാഫ് ആണ് കേട്ടോ ക്വിൻഷിയുടെ മാരേജ് കഴിഞ്ഞു എന്ന്
ബോസിന്റെ അടുത്ത് പറഞ്ഞത് ഞാൻ അത് അമ്മ എന്ന് പറഞ്ഞാണ് മെൻഷൻ ചെയ്തത്. ഇവിടെ ഹീറോയുടെ അടുത്ത് സോറിയൊക്കെ ചോദിച്ച് ക്വിൻഷി അവിടെ നിന്ന് പോവാണ്. അതോടെ ഈ എപ്പിസോഡ് കഴിഞ്ഞു. അടുത്ത എപ്പിസോഡൊക്കെ കാണാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.